ഇപ്പം നമുക്ക് ഇന്നൊരു വെറൈറ്റി കറി നോക്കാം. അമ്മയുടെ സ്പെഷ്യൽ എന്തുട്ടമ്മ സാലൻ. അപ്പം ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് അമ്മ. പിന്നെ വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എനിക്ക് പേര് കേട്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല കേട്ടോ. അമ്മ സ്പെഷ്യലാണ് സാലൻ എന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്കതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. 2 പച്ചമുളക് വേണം. അതും ഇതിലിട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചെടുത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ആദ്യം ഇട്ട് കൊടുക്കുക. സാധാ ജീരകം കേട്ടോ, പെരുംജീരകമല്ല, സാധാ ജീരകം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഒന്ന് വാടി പോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള തണ്ണമ്മ 2 സവാള കേട്ടോ. മീഡിയം സൈസുള്ള 2 സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് സവാള ഒന്ന് വാടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് മറക്കല്ലേ. ഇപ്പം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ടീസ്പൂണോ? 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ 2 ടീസ്പൂണാട്ടാ. വാടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആഡ് ചെയ്ത്. മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പം നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്തു. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം കേട്ടോ. ആ മല്ലിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരണം. സവാള ഇപ്പോൾ മൊരിഞ്ഞിട്ടൊന്നുമില്ല, വാടിയിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി മതി കേട്ടോ. എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാ മുളക് പൊടി കേട്ടോ. അത് 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി 2 വലിയ തക്കാളിയാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും കുത്തു പോകുമ്പോൾ വേണം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ. 2 തക്കാളി കേട്ടോ. അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് മറക്കല്ലേ. അപ്പോൾ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഇവിടെ അണ്ടിപ്പരിപ്പ് നമ്മൾ കുറച്ചെടുത്ത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിക്കൊന്ന് വെന്ത് ഒന്ന് വേവണം കേട്ടോ നന്നായിട്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഗരം മസാലയാണ്. അത് അമ്മ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ.
അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ അമ്മ എപ്പോഴും എല്ലാതും ഗരം മസാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ള അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മല്ലി മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ തക്കാളിയും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കാം. ഒന്ന് നമ്മുടെ തക്കാളിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ കാഷ്യൂനട്ട് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല, അതിൻ്റെ ഒപ്പം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ, അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും ചൂടോടുകൂടി അരയ്ക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് നമ്മുടെ മസാല. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി 2 ടീസ്പൂണും മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിയുടെ റെഡി അതിൻ്റെ ഇത്ര ഉള്ളൂ. നന്നായി അരക്കണം കേട്ടോ. സവാളയും തക്കാളിയൊക്കെ നന്നായി അരക്കണം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കി. ഇതിന് പ്രത്യേകിച്ച് ഇതിനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോഴിമുട്ട ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഈ കറി ഇങ്ങനെയാണ് യൂസ് ചെയ്യുക കേട്ടോ നമ്മൾ. ഇനി ഇതിലേക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് എന്തിനാ ഇപ്പം കോമ്പിനേഷൻ? ബ്രെഡ്, അപ്പ എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ലൊരു മസാലക്കറി, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റണതാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. കഷ്ണങ്ങളൊന്നും വേണ്ട, സവാളയും ഇത്തിരി തക്കാളി ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതാണ് ടേസ്റ്റ്. പിന്നെ ഉപ്പ് നമ്മൾ കുറവ് ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പൊക്കെ നോക്കുക, അരച്ചിട്ട് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിൾ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ അടുത്ത് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണല്ലോ. എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ, ചപ്പാത്തിയും ഒപ്പവും ബ്രെഡും ഒക്കത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം നമ്മുടെ ചട്നി അല്ലെങ്കിൽ കറി, ചട്നി എന്നും പറയാം, ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റണ കാരണം നമുക്ക് ഇത് കറി എന്നായാലും പറയാം. ഇപ്പോൾ ദോശയ്ക്കൊപ്പം കഴിക്കുമ്പോൾ നമുക്കിത് ചട്നി എന്ന് പറയാം. അങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പവും കോമ്പിനേഷനാണ്. ഇപ്പോൾ ഇവിടെ മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാട്ടോ. അതേപോലെ ചോറിൻ്റെ ഒപ്പം ആയാലും നല്ല കോമ്പിനേഷനാണ്. ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ദോശയുടെ ഒപ്പം ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഈ കറിയുടെ പ്രത്യേകത നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചിക്കൻ്റെ അല്ലെങ്കിൽ ബീഫ് ഏതാ കറിയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്ത ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതിലൊന്നും അങ്ങനെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ പറയാം, അമ്മ ഇടയ്ക്ക് അതിങ്ങനെ ചിക്കൻ്റെ വയ്ക്കുമ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ ആ നെയ്യുടെ ഒരു അംശമൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ, എന്നാലാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞാലും ഇപ്പോൾ മനസ്സിലാവില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. വേറെ ഇപ്പോൾ കഷ്ണം അങ്ങനെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ പെട്ടെന്ന് ഒരു ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.